നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. നിംഷാസ് കിച്ചണിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ഇന്റർനാഷണൽ വുമൻസ് ഡേ, അതുപോലെ ഇന്ന് ഹോളി അല്ലേ, ഹാപ്പി ഹോളി ടു ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദൊണ്ണെ ബിരിയാണിയാണ്. ദൊണ്ണെ ബിരിയാണി എന്ന് പറയുന്നത് ഇവിടത്തുകാരുടെ, അതായത് ബാംഗ്ലൂർ സ്പെഷ്യൽ ബിരിയാണിയാണ്. സാധാരണ കേരള സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. കളറിലാണെങ്കിലും ടേസ്റ്റിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ടെക്സ്ചറിലാണെന്നുണ്ടെങ്കിലും എല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ സ്പെഷ്യൽ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ദൊണ്ണെ എന്ന് പറയുമ്പോൾ ഇത് സെർവ് ചെയ്യണത് വാഴയുടെ ഒരു ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ്. അത് കാരണമാണ് ഈ ഒരു പേര് വരാൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ദൊണ്ണെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീര റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 കപ്പ് അളവിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 250 ml കപ്പിൽ ഇടാം. ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. ഈ ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 അല്ലി വെളുത്തുള്ളി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കൊരു 3 പച്ചമുളകാണ്, എരിവിനനുസരിച്ച് ഇട്ടാം. പിന്നെ കുറച്ച് മുളക് പൊടി നമ്മൾ ചേർക്കും, കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പിടി അളവിൽ പുതിനയിലയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു വലിയ പിടി മല്ലിയില, മല്ലിയിലയും പുതിനയിലയൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. പിന്നെ അത് ഇതുപോലെ 2 കഷ്ണം കറുകപ്പട്ടയാണ്, ചെറിയ കഷ്ണം ആണ് 2 എണ്ണം, ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്കായ, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക്. ഇനി ഇതിലേക്ക് ചേർക്കണത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ. ഒരുപാട് ചേർത്തല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാല പേസ്റ്റ് കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ചേർക്കണത് നെയ്യാണ് കേട്ടോ. നെയ്യ് ഞാനൊരു 2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂണൊക്കെ വരെ ഉപയോഗിക്കാം കേട്ടോ. നെയ്യുടെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ല. ഇപ്പോൾ ഈ ഒരു എണ്ണയും നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ബേ ലീഫാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ 2 കഷ്ണം കറുകപ്പട്ട കേട്ടോ, 2 തക്കോലം, 2 ഏലക്കായ, 2 ഗ്രാമ്പു. പിന്നെ ചേർക്കുന്നത് കൽപ്പാശി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ ആണ്. ഇത് ഒരു കഷ്ണം മതി കേട്ടോ, ഒരു ചെറിയ കഷ്ണം മതി, ഒരുപാടൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്കും നെയ്യിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് വരട്ടെ. ഇത് മതി. പിന്നെ 4 സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 4 സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വയ്ക്കണം. ഇപ്പോൾ കണ്ടോ സവാള ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് വഴന്ന് വന്നോളൂ. ഇതിലേക്ക് ഞാനിനി ചേർക്കുന്നത് നമ്മൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നല്ല പച്ച കളറായിട്ട് മാറി നമ്മുടെ മസാല. ഇതിൻ്റെ പച്ചമണം മാറണവരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് തക്കാളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു നല്ല വലിയ പഴുത്ത തക്കാളി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് അടച്ച് വെച്ചതിന് ശേഷം കേട്ടോ ഞാനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വരണ്ടേ നന്നായിട്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. 1-2 പ്രാവശ്യമൊക്കെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ.
ഇപ്പം എല്ലാ പൊടികളുടെയും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് തൈര് ചേർക്കണം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തൈര്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ 1.25 കിലോ അളവിലുള്ള ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. ശരിക്കും ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള ചിക്കനാണ് സാധാരണ രീതിയിൽ ചേർക്കാറ്. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഒന്നും കൂടി മസാല പിടിക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കുന്നു മാത്രം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വരഞ്ഞെടുത്തിട്ടൊന്നുമില്ല, നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുമില്ല. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം ചേർക്കാം. പിന്നെ ഇളക്കിയെടുക്കാനൊക്കെ ശരിക്കും പറഞ്ഞാൽ സൗകര്യം ചെറിയ പീസസാണ് ഇതുപോലുള്ള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. മസാലയായിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. മസാലയിൽ എല്ലാ ഫ്ലേവേഴ്സും എല്ലാം നന്നായിട്ട് തന്നെയുണ്ട്. ഇനി ഇപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിക്കാതെ നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ പീസസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇത് വെന്ത് വരാൻ. ചിക്കൻ നമുക്കൊരു 1/4 ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരട്ടെ, ആവശ്യത്തിന് തന്നെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിക്കനിൽ മസാലയൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഗ്രേവിയൊക്കെ നല്ല അങ്ങോട്ട് കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഞാനിനി പാത്രം മാറ്റണം. കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം റൈസും കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ അതിൽ കൊള്ളില്ല. വലിയ പാത്രത്തിലേക്ക് ഇത് ഞാൻ മാറ്റണം. ഇതിലിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്, പക്ഷെ നമുക്ക് ചിക്കൻ വെന്ത് വരണല്ലോ. അപ്പോൾ ഇതിലത്തെ ഗ്രേവി നമുക്ക് നോക്കണ്ട. റൈസിനനുസരിച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർക്കണത് നമ്മുടെ അരിയാണ് കേട്ടോ. അരി 3 കപ്പ് അളവിലാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി എടുത്ത് വെച്ചത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജീര റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് കേട്ടോ. അതായിരിക്കും ഇതിന് നന്നായിട്ട് വരിക. സാധാരണ ഈ ഒരു ബിരിയാണി ഈ ഒരു അരി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കാറ്. ഇപ്പോൾ ഇത് കിട്ടിയില്ല, നിങ്ങളിപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബസ്മതി റൈസ് ആണെങ്കിൽ ഉപയോഗിക്കാം. അരി ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കണത് ചൂടുവെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് അരി എടുത്തപ്പോൾ അതിൻ്റെ ഇരട്ടി അളവിലാണ് വെള്ളം ഒഴിക്കുന്നത്. 6 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും എല്ലാത്തിലും നന്നായിട്ട് ഉപ്പ് പിടിച്ച് വരണം. ഉപ്പ് പെർഫെക്റ്റ് ആണ്. ഇനി ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്.
റൈസ് ആണെങ്കിൽ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ഇത് ഇതുപോലെ ഇരിക്കട്ടെ കേട്ടോ. അതിനുശേഷം തുറക്കാം. അപ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എപ്പോഴും സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. പക്ഷെ കണ്ടോ, നമ്മൾ ഇത് തണുക്കും തോറും ഡ്രൈ ആയി വരും. നല്ല ഫ്ലേവർ, നല്ല മണം. ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല എന്താ പറയുക, നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയ ദൊണ്ണെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു റൈത്തയുടെ കൂടിയോ അച്ചാറിൻ്റെ കൂടിയോ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും അടിപൊളി തന്നെയാട്ടോ. ഉണ്ടാക്കി നോക്കാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.